ഹായ്, വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് ഒരു പുതിയ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ടൈറ്റാനിക് ക്വാർട്ടേഴ്സിലാണ്. ടൈറ്റാനിക് ക്വാർട്ടേഴ്സിൽ ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് ഇന്ന് പോവാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ളോഗ്സ്. അപ്പം ഞാൻ നിൽക്കുന്ന ഇടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടൈറ്റാനിക് എന്ന് പറഞ്ഞുള്ള ഷിപ്പ് ഇവിടാണ് ബിൽഡ് ചെയ്തത്. ഇവിടാണ് അതിൻ്റെ മുമ്പിലാണ്, ഈ ഭാഗത്താണ് ബിൽഡ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു മ്യൂസിയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ടൈറ്റാനിക് മ്യൂസിയം. അപ്പം ഈ ടൈറ്റാനിക് ബെൽഫാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിക് ഉണ്ടായിട്ട് അതിന് ജന്മം നൽകിയിട്ട് ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ബേസിൽ ഇപ്പോൾ അതൊരു വിസിറ്റർ എക്സ്പീരിയൻസ് ആയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇതാണ് ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയം. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയാം, ഈ ടൈറ്റാനിക് ബെൽഫാസ്റ്റിനെ കുറിച്ച്. അപ്പം വരാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അതാണ് നോർത്തേൺ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് കാണാതെ ആരും പോകരുത്. അതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് ടൈറ്റാനിക്കിന് ജന്മം നൽകിയിട്ട് ഏതാണ്ട് ഇപ്പം 100 വർഷമാണ് കഴിഞ്ഞു. 100 വർഷം. അപ്പം എല്ലാവർക്കും ടൈറ്റാനിക് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട്. അപ്പം അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഈ മ്യൂസിയത്തിനും അതിൻ്റെ ഒരു വിസിറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അവർ ഈ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഒരു കാര്യമാണ് ഈ സംഭവം കാണണം. ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഓൺലി ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊക്കെ കാണാം, പക്ഷേ ഒരിക്കലും വരേണ്ട. ഇതിൻ്റെ വിസിറ്റർ ടിക്കറ്റ് വലിയ ചിലവൊന്നുമില്ല. ഏതാണ്ട് 24 പൗണ്ടേ ഉള്ളൂ, 24 സംതിങ് പൗണ്ടുകൾ. അത് നിങ്ങളുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. പക്ഷേ ഡെഫിനറ്റായിട്ട് ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, ഇവിടെ ടിക്കറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇതായിരിക്കും, ഇതിനെക്കുറിച്ചൊരു അറിവായിരിക്കും ടിക്കറ്റ്സ്. ആ കാണുന്നതാണ് ഹാർലൻ ആൻഡ് വുൾഫ്. ഈ ഹാർലൻ ആൻഡ് വുൾഫിൻ്റെ അവരാണ് ഈ ഷിപ്പ് ബിൽഡ് ചെയ്തത്. ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പിൻ്റെ നിർമ്മാതാവ് അവരായിരുന്നു ഈ ടൈറ്റാനിക് ബിൽഡ് ചെയ്തത്. അപ്പം അതിൻ്റെ ചെയർമാനൊക്കെ ഈ ബെൽഫാസ്റ്റ് കൗൺസിലിൻ്റെയൊക്കെ അംഗമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഈ ഹാർലൻ ആൻഡ് വുൾഫ് ഒത്തിരി വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു കമ്പനിയാണ് ഹാർലൻ ആൻഡ് വുൾഫ്. അപ്പം ഞാനിതിനെക്കുറിച്ചും ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ steampacket.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐൽസ് ഓഫ് മെനിലോട്ട് പോകുന്ന ഒരു ഫെറിയാണിത്. അതാണ് ഈ പോകുന്ന ഷിപ്പ്, steampacket.com. അപ്പോൾ ഇതിലെനിക്കൊന്നു വാഹനങ്ങളും പിന്നെ അതേപോലെ കുറച്ച് ആൾക്കാരെയൊക്കെ കയറ്റി ഐൽസ് ഓഫ് മെനിൽ പോകുന്ന ഷിപ്പാണ്. ഒരു ഫെറി സർവീസാണ് ഇത്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോക്കിംഗ് യാർഡ് ഇതാണ് ഇവിടുത്തെ ഡോക്കിംഗ് യാർഡ്. ഇവിടാണ് അത് ഡോക്ക് ചെയ്തിട്ട് പിന്നെ വാഹനങ്ങളും ആൾക്കാരും ഒക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അതിപ്പം പോയി. അതാണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നത്. അവിടെ കണ്ടോ, അവിടുന്ന് ഇതേപോലൊരു ഫെറി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെൻ്റെ അറിവിൽ അത് സ്കോട്ട്ലാൻഡിൽ നിന്ന് വരുന്നൊരു ഫെറി സർവീസാണ്. അപ്പം സ്കോട്ട്ലാൻഡിലും ഐൽസ്ലാൻഡിലും ഒക്കെ വരുന്ന ഫെറി സർവീസ് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഡോക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ എല്ലാം കാണുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ഫലകം വെച്ചിട്ടുണ്ട്. അപ്പം ഈ RMS ടൈറ്റാനിക്കിൻ്റെ സ്മരണയ്ക്കായി വെച്ച ഒരു ഫലകമാണിത്. അപ്പം 2031 മാർച്ച് 2009
ഈ ഫലകം, ഈ പ്ലാക്ക് ഇവിടെ നിർമ്മിച്ച അവരുടെ ഓർമ്മയ്ക്കായി, അതാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് നിർമ്മിച്ച് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ച ചീഫ് നേവൽ ആർക്കിടെക്റ്റാണ് തോമസ് ആൻഡ്രൂ, ഗ്രേറ്റ് നെഫ്യൂ ഓഫ് തോമസ് ആൻഡ്രൂ, ചീഫ് നേവൽ ആർക്കിടെക്ട് ആർലൻ ആൻഡ് വോൾഫ്, ടു കമ്മറേറ്റ് ദി സെൻച്വറി ഓഫ് ദ കീ ലേയിങ് ഓഫ് RMS ടൈറ്റാനിക്. അപ്പം ബിൽറ്റ് ഓൺ ദിസ് സ്ലിപ്പ് വേ ബിറ്റ്വീൻ 1909 ആൻഡ് 1911. അപ്പം ഇവിടെ വെച്ചാണ് ബിൽഡ് ചെയ്ത് അവരുടെ ഓർമ്മയ്ക്കായി ഈ ഫലകം ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പം തോമസ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഈ പ്ലാക്ക് നിർമ്മിച്ച് അതിൻ്റെ ഓർമ്മയ്ക്കായുള്ള പിന്നെ കോൺട്രിബ്യൂഷൻ ചെയ്തെന്നാണ് പറഞ്ഞേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു സ്ലിപ്പ് വേ ആണ്. ഇവിടെ വെച്ചാണ് ടൈറ്റാനിക്കിനെ നിർമ്മിച്ചതും അതിൻ്റെ ഡിസൈനും നിർമ്മാണവും ഒക്കെ ഇവിടെ വെച്ചായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അപ്പം ഈ സ്ലിപ്പ് വേയിൽ വെച്ചായിരുന്നു അവർ ബിൽഡ് ചെയ്ത് 1909 ആൻഡ് 1911 ഇവിടെ വെച്ചാണ് നിർമ്മിച്ചത്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ, RMS ടൈറ്റാനിക് ഇവിടെ വെച്ചായിരുന്നു നിർമ്മിച്ചത്. അതിൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, അതാണ് H&W, ഹാർലൻ ആൻഡ് വോൾഫ്. അവരാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരാണ് ഈ RMS ടൈറ്റാനിക് നിർമ്മിച്ചത്. പിന്നെ അതിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് മ്യൂസിയം നിങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ ഇവരുടെ റൂംസ്, ടൈറ്റാനിക്കിൻ്റെ റൂംസ് കാണാം. പിന്നെ ബെൽഫാസ്റ്റിനെ കുറിച്ചുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിൽ ഈ നിർമ്മാണത്തിൽ വരാൻ കാരണവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ വന്ന് അത് ഇതിനകത്തിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. എന്നിട്ട് പിന്നെ വേറെ ഉണ്ട് ടൈറ്റാനിക്കിൻ്റെ, നമുക്ക് കടലിൻ്റെ അടിയിൽ അതിൻ്റെ ഒരു വീഡിയോ ഇവർ കാണിക്കുന്നത്. കടലിൻ്റെ അടിയിൽ ചെന്ന് എന്തൊക്കെ കാണാൻ പറ്റുന്നതിനുള്ളൊരു വീഡിയോ വലിയൊരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു എഫക്ട്സാണ്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടും മറക്കാതെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. സോ ഡോണ്ട് മിസ് ദിസ് വെൻ യു കം ടു നോർത്തേൺ അയർലൻഡ്. ടൈറ്റാനിക് ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ഈ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ വായിക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ഇത് സൗത്താംപ്ടണിൽ വന്ന സമയത്ത് എടുത്ത പിക്ചറാണ് ഇംഗ്ലണ്ടിൽ. അപ്പം അത് പിന്നെ പസഫിക്കിലോട്ട് പോകാൻ വേണ്ടി ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് സൗത്താംപ്ടൺ ആണ്, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കാണാം. പിന്നെ അതേപോലെ ഇപ്പുറത്ത് ഒരു ഇതുണ്ട്, ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ലോഞ്ച് ഓൺ 31 May 1911 പിന്നെ മുങ്ങിപ്പോയത് 1912 1912 15 ഏപ്രിൽ 1912 ഇത് മുങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പം കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ലിപ്പ് വേയുടെ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ കുറേ ഒരു റെയിൽവേ പാത കാണാം. അപ്പം ഇത് ഒരു നാരോ ഗേജ് റെയിൽവേ ആണ്. അന്നത്തെ കാലത്ത് നമ്മുടെ ഹാർലൻ ആൻഡ് വോൾഫിൻ്റെ ബേസിൽ ഇങ്ങനെ ഒരു നാരോ ഗേജ് റെയിൽവേ അവർ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ ഷിപ്പിന് വേണ്ടിയുള്ള മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്ന് ഈ കാണുന്ന സൈറ്റിൽ വെച്ച് പണിയാൻ വേണ്ടി കുറേ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നാരോ ഗേജ് ആണിത്. അപ്പം ബേഡൻസ് റെയിൽവേ സിസ്റ്റമാണ് ബെൽഫാസ്റ്റിൽ അന്നത്തെ കാലത്ത് ഇത് ചെയ്തതെന്നാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ കുറേ തൂണുകൾ ഉണ്ട്. ഈ തൂണുകളൊക്കെ ഇവിടെ നിന്ന് കാണുന്ന ഈ തൂണ് തൊട്ട് അങ്ങോട്ട് ഈ തൂണുകളിലൊക്കെ വെച്ചായിരുന്നു ഇതിനെ ബിൽഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെല്ലാം തുരുമ്പിച്ച് ഇരിക്കുകയാണ്. പക്ഷേ സ്റ്റില്ല് നമുക്കൊരു ഫീൽ വരാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, നമുക്കൊരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഈ തൂണുകൾ ഇവിടെ നിർമ്മിച്ചത്. നമുക്കിത് കാണാം, അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ഗ്ലാസ് ഓഫ് ത്രോൺസിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ സീരീസ് ഓഫ് 6 large stained glass windows എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ
ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടു കാണും, ആർക്കറിയാമല്ലോ. അതൊരു പോപ്പുലറായിട്ടുള്ള ഒരു സീരീസാണ്. അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടി ഉണ്ടാക്കിയ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചുമ്മാ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെ ഒരു സീറ്റ് പോലെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഞാനും ഒരു ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ അതിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റിസപ്ഷൻ്റെ ഏരിയ വരെ നമുക്ക് ചെല്ലാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാണുന്ന മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ. സോ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറാം. ഇവിടെ കുറച്ച് കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട്. കോഫി ഷോപ്സ് ഉണ്ട് ഇവിടെ കോഫി ഷോപ്സ് കാണാം. പിന്നെ ഇവിടെ ടൈറ്റാനിക്കിൻ്റെ സോവിനിയേഴ്സ് മേടിക്കാം. അപ്പം ഇവിടെ നമുക്ക് SS നൊമാഡിക്, ദ വേൾഡ്സ് ലാസ്റ്റ് റിമൈനിങ് വൈറ്റ് സ്റ്റാർ ലൈൻ വെസൽ, അതിനെ നമുക്ക് പോയി ഒന്ന് വിസിറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകളിലേക്കും കൂടെ നമുക്കൊന്ന് പോകാം. ഓക്കെ, ദ ലാസ്റ്റ് റിമൈനിങ് വൈറ്റ് സ്റ്റാർ ലൈൻ വെസലാണ് അന്നത്തെ കാലത്ത്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. നമ്മളത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ SS നൊമാഡിക് എന്ന് പറഞ്ഞുള്ള ദ ലാസ്റ്റ് റിമൈനിങ് വൈറ്റ് സ്റ്റാർ ലൈൻ വെസലാണ്. അപ്പോൾ നമ്മളതും കൂടെ കാണാൻ, എവിടെയാണ് അത് സ്ഥിതി ചെയ്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളിലേക്ക് പോയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. SS നൊമാഡിക് എന്ന് പറഞ്ഞാൽ ഇത് ടൈറ്റാനിക്കിൻ്റെ ഒരു സിസ്റ്റർ വെസലാണ്. You are about to board the Titanic tender, the only surviving ship of the prestigious White Star Line. ഇത് അന്നത്തെ കാലത്തിൽ മലയാളത്തിൽ എറണേ ഉള്ളൂ. ഇതിപ്പം എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒറ്റ ഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചർ ഉള്ളതുകൊണ്ട് ഇവിടെ ഇതാണ് ടൈറ്റാനിക്. ടൈറ്റാനിക്കിൻ്റെ അടുത്ത് SS നൊമാഡിക് ചെല്ലുന്ന ഒരു പിക്ചറാണ്. കണ്ട് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ കണ്ടോ, അതിൻ്റെ സൈസും നൊമാഡിക്കിൻ്റെ സൈസും നോക്ക്, വളരെ ചെറുതാണ്. അന്നത്തെ കാലത്തെ കുറേ ഫോട്ടോസ് എടുത്തേക്കുന്ന ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഇവിടെ ഈ ഡോക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. കയറാൻ പറ്റില്ല, അപ്പുറമായിരിക്കും. ടൈറ്റാനിക് നമ്മൾ നൊമാഡിക്.
ഷിപ്പ് ഇതാണ്ട് ഈ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും കാണാം. ഇതാണ് ലാസ്റ്റ് വെസലാണ്. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ ഇതിനകത്തിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് വേണ്ടെന്ന് ചോദിച്ചാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ടിക്കറ്റ് എടുത്താലേ നമുക്ക് കയറാൻ പറ്റും. നോക്കട്ടെ, ടിക്കറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ എനിവേ ഇതും കൂടെ കാണേണ്ടതാണ്, നല്ലതാണ്. ഇതിൻ്റെ ഉൾവശവും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള ഹോളും പിന്നെ ക്യാപ്റ്റൻസ് റൂമും ഒക്കെ നമുക്ക് ഇതിനകത്ത് കൂടെ കാണാം. അതിൽ ചെന്നാൽ കാണാൻ പറ്റുന്നതാണ്. അതാണിത്. അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഇതിൽ കയറണമെങ്കിൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്താൽ മതി. നമ്മൾക്ക് ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയവും കാണാം, പിന്നെ ഈ SS നൊമാഡിക്കും കയറി കാണാം. എൻ്റെ ഒരു പഴയ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ അന്ന് വന്ന് വിസിറ്റ് ചെയ്തത്. അതുകൊണ്ടെങ്കിൽ ഞാനൊന്ന് കുറച്ച് ഷെയർ ചെയ്യാം. അല്ലാതെ വേറെ പ്രത്യേകിച്ചിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. ഇതാണ് ടൈറ്റാനിക് കാണേണ്ടതാണ്. അന്നത്തെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ അവർ ഒത്തിരി നല്ല സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ശബ്ദവും പിന്നെ അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തതിൻ്റെ ഒക്കെ എല്ലാ സംഭവങ്ങളും നമുക്ക് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പം അതാണ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. അപ്പോൾ വരുന്നവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇത് കണ്ടിട്ട് പോകാൻ നല്ലതാണ്. അതാണ് നോർത്തേൺ അയർലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയവും പിന്നെ SS നൊമാഡിക്. അതൊരു ടെൻഡർ ഷിപ്പാണ്. അപ്പം അത് രണ്ടും കാണാം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ടെൻഡർ ഷിപ്പ്, SS നൊമാഡിക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Okay, so bye from Robin, and we'll see you in the next video.